ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കർത്താവിനെ കാണാനുള്ള ആഗ്രഹം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഇയ്യോബ് 19-27 വാക്യം. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല. എൻ്റെ സ്വന്തം കണ്ട് അവനെ കാണും. എൻ്റെ അന്തരംഗം എൻ്റെ ഉള്ളിൽ ക്ഷയിച്ചിരിക്കുന്നു. നീതിമാനായ ഇയ്യോബ് തൻ്റെ വീണ്ടെടുപ്പുകാരനെ കാണാൻ ആഗ്രഹിച്ചു. അവനെ താങ്ങി നിർത്തിയത് ഈ പ്രത്യാശയായിരുന്നു. അചഞ്ചലമായ വിശ്വാസത്തോടെ അദ്ദേഹം പ്രഖ്യാപിച്ചു, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവസാനം അവൻ ഭൂമിയിൽ നിൽക്കുമെന്നും എനിക്കറിയാം. എൻ്റെ ത്വക്ക് നശിച്ചതിനു ശേഷവും എൻ്റെ ജഡത്തിൽ ഞാൻ ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും. അന്യൻ്റെ കണ്ണുകളല്ല, എൻ്റെ കണ്ണുകൾ അവനെ കാണും. എൻ്റെ ഹൃദയം എന്നിൽ കൊതിക്കുന്നു എന്ന് ഇയ്യോബ് 19-25-27 വരെയുള്ള വാക്യങ്ങളിൽ കാണപ്പെടുന്നു. യേശു തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്നത് മാത്രം പോരാ, അവൻ്റെ വരവിനെക്കുറിച്ചുള്ള അറിവ് മാത്രം പോരാ. അവൻ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവനെ കാണാനുള്ള ആത്മാർത്ഥമായ ആഗ്രഹം നാം വളർത്തിയെടുക്കണം. ചരിത്രത്തിലുടനീളം 3 സ്മാരക സംഭവങ്ങൾ വേറിട്ട് നിൽക്കുന്നു. ഒന്നാമതായി മനുഷ്യവർഗത്തിന്റെ സൃഷ്ടി, 2 യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം, 3-ാമതായി ക്രിസ്തുവിന്റെ 2ാം വരവ്. ക്രിസ്തുവിന്റെ തിരിച്ചുവരവിനെ കുറിച്ചുള്ള ഏകദേശം 1625 വാക്യങ്ങൾ ബൈബിളിൽ അടങ്ങിയിരിക്കുന്നു. പുതിയ നിയമത്തിൽ 11 വാക്യങ്ങളിൽ 1 അവന്റെ വരവിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെന്ന് പണ്ഡിതന്മാർ ശ്രദ്ധിക്കുന്നു. പഴയ നിയമത്തിലെ പല പ്രവാചകന്മാരും ഈ മഹത്തായ സംഭവത്തെക്കുറിച്ച് പ്രവചിച്ചു. ഇയ്യോബിന്റെ ആഗ്രഹം വ്യക്തമായിരുന്നു. ഞാൻ ആ ദിവസം കാണണം, എൻ്റെ രാജാവിനെ അവന്റെ മഹത്വത്തിൽ ഞാൻ കാണണം. കർത്താവ് തന്റെ 10,000-കണക്കിന് വിശുദ്ധന്മാരുമായി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹാനോക്ക് ഈ നിമിഷത്തെക്കുറിച്ച് പ്രവചിച്ചു. ഇത് യൂദ 1-ാം 14 നമുക്ക് കാണാൻ സാധിക്കും. ക്രിസ്തു മടങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരും ശേഷിക്കുന്നവരുമായ നാം രൂപാന്തരപ്പെടുമെന്ന് 1 തെസ്സലോനിക്കർ 4-ാം 16-17 കാണപ്പെടുന്നു. അപ്പോസ്തലനായ പൗലോസ് ഈ പരിവർത്തനത്തെ വിവരിക്കുന്നു. കാഹളം മുഴങ്ങും, മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും, നാം രൂപാന്തരപ്പെടും. ഈ ദ്രവത്വം അക്ഷയത്വം ധരിക്കണം, ഈ മർത്യത അമർത്യത ധരിക്കണം. ഇത് 1 കൊരിന്ത്യർ 15-ാം 52-53 വാക്യങ്ങളിൽ കാണപ്പെടുന്നു. ക്രിസ്തുവിന്റെ തിരിച്ചുവരവിനെ കുറിച്ച് അറിഞ്ഞാൽ മാത്രം പോരാ, നാം അതിനായി വാഞ്ചിക്കുകയും അതിനായി ഒരുങ്ങുകയും ആകാംക്ഷയോടെ കാത്തിരിക്കുകയും വേണം. നമ്മുടെ ജീവിതം വിശുദ്ധിയാൽ അലങ്കരിക്കപ്പെടുകയും അവന്റെ സന്നിധിയിൽ നിർമ്മലവും കുറ്റമറ്റതുമായി സൂക്ഷിക്കപ്പെടുകയും വേണം. അപ്പോൾ മാത്രമേ നാം അവനെ സന്തോഷത്തോടെ കണ്ടുമുട്ടുകയും അവന്റെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടുകയും ചെയ്യുകയുള്ളൂ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം ഫിലിപ്പിയർ 3-ാം വാക്യം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 1 ശമൂവേൽ 1-2-3 അധ്യായങ്ങൾ, വൈകുന്നേരം ലൂക്കോസ് 8-ാം 26 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.